ഹലോ എവരി വൺ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കാണിക്കുന്നത് ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗീക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഗീ ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള അളവിൽ എടുക്കാം. ഇത് ഞാനിവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഗാർണിഷിന് എടുക്കുന്നത് വേറെ തന്നെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വറുത്തെടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇത് അധികം മൂത്ത് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നിത് ചൂടായി എന്ന് തോന്നുമ്പോൾ ഇതിന് കോരി മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വെക്കാം. ഇതിപ്പോൾ ഇവിടെ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള പാലൊക്കെ വറ്റി വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് പാല് 1.5 ഗ്ലാസ് വേണ്ടാന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് ചേർത്ത് കൊടുത്താലും മതി. നിങ്ങൾക്ക് ഈ ഹൽവ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് വേവിക്കാൻ വെക്കുന്ന സമയത്ത് 1/2 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം. പാലിന് പകരം അതിലേക്ക് ഒരു 1.5 കപ്പോളം പാൽപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. ഇതിലുള്ള പാലൊക്കെ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പോളമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നിങ്ങൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 1.25 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം, നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട്. ഞാനിവിടെ ഒരു 4-5 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ വെള്ളമൊക്കെ വറ്റി വന്ന ശേഷമാണ് ഞാനിവിടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് അത്ര പെട്ടെന്ന് അടിപിടിക്കുകയൊന്നും ചെയ്യില്ല, എന്നാലും ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ പഞ്ചസാരയുടെ വെള്ളമൊക്കെ നന്നായി വറ്റി വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ നേരത്തെ പൊടിച്ചെടുത്ത അണ്ടിപ്പരിപ്പും ബദാമും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂണ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാൽപ്പൊടി എടുക്കുന്ന സമയത്ത് ഫുൾ ക്രീം മിൽക്ക് പൗഡർ എന്ന് പറഞ്ഞിട്ട് വരുന്ന അങ്ങനത്തെ ഉള്ളത് തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഇതിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഈ നോർത്ത് ഇന്ത്യൻസൊക്കെ ഉണ്ടാക്കുമ്പം ചേർക്കുന്ന ഒരു പാൽക്കട്ടി, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് ഈ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ. ഇതിപ്പോൾ ഇവിടെ നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട്. പാത്രത്തിൻ്റെ അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. നല്ല കറക്റ്റ് ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടച്ച് വെക്കരുത്. അഥവാ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളം വരും. അത് നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ പോയി പോകും. അതുകൊണ്ട് അടച്ചു വെക്കാണ്ട് ഇതൊന്ന് നന്നായി തണുക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ആദ്യം തന്നെ ക്യാരറ്റ് കുക്കറിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ക്യാരറ്റ് ഹൽവയും വാനില ഐസ്ക്രീമും നല്ലൊരു ഡെസേർട്ട് കോംബോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും.
എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.